ഷാജാൻ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം ഈസ് ഡൺ എ റിയലി ഗുഡ് ജോബ്. വിൻസി അടിപൊളിയായിട്ടുണ്ട്, ഒരുപാട് ചിരിച്ചു. പിന്നെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ പടം? കോമഡിയാണോ പടം? ഇഷ്ടപ്പെട്ടോ? ഭയങ്കര രസമുള്ള പെർഫോമൻസ്. എല്ലാവരും ഭയങ്കര രസമായിട്ടുണ്ട്. വിൻസി, ശ്രുതി, ഇന്ദ്രജിത്ത്, ഷാർജാനോ, കുട്ടി എല്ലാവരും ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ത്രൂ ഔട്ട് അടിപൊളി. പിന്നെ ഫാമിലിക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മൂവിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. വിൻസി ഒരു രക്ഷയില്ല, നല്ല സട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫണ്ണൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമായത് പാട്ടുകളാണ്. ഇതിനകത്ത് സീൻസും വളരെ ഇഷ്ടമായി. വളരെ സട്ടിലായിട്ട് ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. മിക്കപ്പോഴും എനിക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാറില്ല, കുഞ്ഞു മോനെ ഒന്നും കൊണ്ടുവരാൻ പറ്റാറില്ല ഫോർ സം മൂവീസ്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റും, ഈവൻ സ്മോൾ കിഡ്സ്. ഫാമിലിക്കും പിന്നെ എസ്പെഷ്യലി ഡ്യൂറിങ് വെക്കേഷൻ ഇറ്റ്സ് എ വെരി സട്ടിൽ മൂവി വിച്ച് യു ക്യാൻ വാച്ച് വിത്ത് ദ ഫാമിലി. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. വിൻസി അലൂഷ്യസ് ഇസ് ഓസം, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൾ ദ ക്യാരക്ടേഴ്സ് വളരെ സട്ടിൽ ആൻഡ് യുനോ ഫാമിലിക്ക് ഒരു റിഫ്രഷിംഗ് ആൻഡ് ഒരു സൂതിങ് ഫിലിം. Very nice meter that the director has captured. Everyone's got like a very funny, relatable like meter to the film itself. It's not your ordinary. It's not a very realistic film. It's a little more, in a fun space. ആക്ടിങ് എല്ലാവരുടെയും സോ കൂൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. വളരെ നല്ലതായിരുന്നു. ഫാമിലി ഡ്രാമ കോമഡി ഉണ്ട്. എല്ലാവരും ആ ഗ്രൂപ്പായിട്ട് 4 പേരും ഭയങ്കര രസമായിട്ട് അവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഐ എൻജോയ്ഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പടങ്ങൾ ഇപ്പോൾ കുറവാണല്ലോ വരല്ലേ. ആൻഡ് ഇന്ദ്രേട്ടൻ്റെയും ഇങ്ങനത്തെ ഒരു പടം വന്നിട്ട് കുറേ നാളായിട്ടുണ്ട്. ഒരു ഫാമിലി എൻ്റർടൈനിങ് ഒരു ഫാമിലി ഡ്രാമയുടെ ഉള്ളിൽ നടക്കുന്നത്. സോ ഐ തിങ്ക് അത് എൻജോയബിൾ ആയിരുന്നു. ഒന്നുമില്ല, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലോട്ട്, ഈസി ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, അടി ഇടി കുത്ത് ഒന്നുമില്ല. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീക്വൻസസ് ഒന്നുമില്ല. വളരെ ഒരു ചിൽ വൈബിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മാരുവിലും കാണും. മഴവിൽക്കാവടിയും അതേമാതിരി തന്നെ സമ്മറിയും ബത്തലേമും ഒക്കെ ഞാൻ കാണുന്ന അതേ എൻജോയ്മെൻറ്റിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. വളരെ കളർഫുള്ളാണ്. സോങ്സൊക്കെ തന്നെ അടുത്ത മൈൽ സ്റ്റോണാണ് വിദ്യാസാഗറിൻ്റെ. അങ്ങനത്തെ സോങ്സും റെക്കോർഡിങ് എവറിത്തിങ് ഒരു ഫെഡപ്പ് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് അതിൻ്റെ സത്യം. ആ ഫെഡപ്പ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ റിപ്പീറ്റഡായിട്ട് കാണുമ്പോഴത്തേക്കും ഇന്നും ഇരുന്ന് കണ്ടു. ഞങ്ങളല്ലാതെ ഒരു മിനിമം ഓഡിയൻസ് വെച്ചിട്ട് ഞങ്ങൾ കണ്ടു, അവരുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഈ വലിയൊരു ഓഡിയൻസിൽ നിന്ന് കണ്ടു. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഗുഡ് ടീം. ഐ ക്യാൻ പ്രൗഡ്ലി സേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനത്തോടു കൂടി പറയാൻ എൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ഞാൻ വാർത്തെടുത്തു എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. അത് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. നാളോടുള്ള എക്സ്പീരിയൻസ് ഗെയിമായിരുന്നു. എനിക്ക് ഇത് നല്ല ഇഷ്ടമുള്ള ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അത്യാവശ്യം നല്ലൊരു റോള് ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ല സന്തോഷമായി. പിന്നെ ചെയ്യുമ്പോഴൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഫീൽ ഗുഡ്. എല്ലാവർക്കും പ്രത്യേകിച്ച് ഫാമിലീസിലേക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിട്ട് തോന്നിയിട്ടു. ഇന്ദ്രേട്ടനൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ കണ്ട് കുറച്ച് നാളായി. അപ്പം ആ രീതിയിൽ അദ്ദേഹം വീണ്ടും ഒരു പഴയ ഇന്ദ്രേട്ടനൊക്കെ തിരിച്ചു കണ്ട ഒരു സന്തോഷമുണ്ട് ഓൺ സ്ക്രീനിൽ. എല്ലാവരും തന്നെ, എല്ലാ ആക്ടേഴ്സും തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവരവരുടെ പാർട്ടുകൾ. ഫാമിലി ഫൺ എൻ്റർടൈനറാണ്. എല്ലാവർക്കും വന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ എൻ്റെ ഒരു അണ്ടർലൈൻ എന്ന് പറയുന്ന ചില സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അവരൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. എങ്കിലും രസമായിട്ടുള്ള സിനിമയാണ്. യെസ് അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. നല്ല സോങ്സ് ഉള്ള ഒരു സിനിമയാണ്. പേര് പോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ കുറേ നാൾക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിരുന്ന സിനിമ കൂടിയാണ്. നല്ല സിനിമയാണ്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. വളരെ ഒരു പോസിറ്റീവ് വൈബ് തരുന്നൊരു സിനിമയാണ്. എല്ലാവരും മികച്ച പെർഫോമൻസാണ്. ഇന്ദ്രജിത്തും ശ്രുതിയും വിൻസിയും സബ്ജാനും എല്ലാവരും അതിഗംഭീരമായിട്ട് പെർഫോമൻസ് ഉണ്ട്. അതിഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഫീൽ ഗുഡായിട്ടുള്ള, കുടുംബ പ്രേക്ഷകർ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. ഈ സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് വളരെ നല്ല പ്രതികരണമാണ്. ഇത് നല്ലൊരു ടീമിൻ്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു ഗ്രൻ എഫേർട്ടാണ്.
നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ എല്ലാവരും. അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ ഫൈനലി തിയേറ്ററിൽ പ്രിവ്യൂവിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. നാളെ മുതൽ എല്ലാവരും സ്വീകരിക്കുക, കുടുംബമായിട്ട് തിയേറ്ററിൽ പോയി കാണുക. തീർച്ചയായിട്ടും ഒരു ഫാമിലി എൻ്റർടൈനർ, ഏത് ജോണറാണ് നമ്മൾ പറയുന്നത് ആ ജോണറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നൊരു സിനിമയാണ്. കുടുംബങ്ങൾ തന്നെയാണ് തിയേറ്ററിൽ വരേണ്ടത്, വന്ന് ആസ്വദിക്കേണ്ടത്. ബാക്കി അഭിപ്രായങ്ങളായിട്ട് അറിയിക്കുക. താങ്ക് യു. വളരെ പേഴ്സണലായിട്ടുള്ളൊരു ഫിലിമാണ്. കുറേ ലൈഫിൽ എക്സ്പീരിയൻസും മൊത്തം പുറത്തിണക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടുന്നത്. ഭയങ്കര സന്തോഷം.